ഓയിൽ ഫിൽറ്റർ മാറ്റുന്ന വിധം. മുഖവുര. നമസ്കാരം. ഓയിൽ ഫിൽറ്റർ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റമാണ് ചലിക്കുന്ന മെഷീൻ ഭാഗങ്ങളിലേക്ക് ഓയിൽ, ഗ്രീസ്, മറ്റ് ലൂബ്രിക്കൻറ്റുകൾ എന്നിവ നൽകുന്നത് എന്ന് നാം പഠിച്ചു. ഈ ലൂബ്രിക്കൻറ്റുകൾ മെഷീൻ ഭാഗങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻ അഥവാ ഘർഷണം കുറച്ചിട്ട് എല്ലാ ഭാഗങ്ങളെയും ദീർഘകാലം നിലനിൽക്കാൻ സഹായിക്കുന്നു. ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ ഇരുചക്രവാഹനങ്ങൾ പെട്ടെന്ന് ചൂടുപിടിക്കുകയോ അല്ലെങ്കിൽ അവയ്ക്ക് സാരമായ കേടുപാടുകൾ പറ്റുകയോ ചെയ്യും. എഞ്ചിൻ ഓയിലാണ് എഞ്ചിൻ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഒരു ഓയിൽ ഫിൽറ്റർ ഓയിലിൽ നിന്ന് മാലിന്യങ്ങൾ മാറ്റുകയും ആ മാലിന്യങ്ങൾ വീണ്ടും എഞ്ചിനിൽ കടന്നുകൂടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ ഫിൽറ്റർ ഡിസൈനുകൾ സെൻട്രിഫ്യൂഗൽ, കാർട്രിഡ്ജ് എന്നിവയാണ്. ഓയിൽ ഫിൽറ്ററുകൾ എഞ്ചിന് മധ്യത്തിലോ അല്ലെങ്കിൽ താഴെയോ ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സെഷനിൽ നമുക്ക് ഒരു ബജാജ് ഡിസ്കവർ മോഡൽ മോട്ടോർ സൈക്കിളിൽ കാർട്രിഡ്ജ് ഫിൽറ്റർ മാറ്റിയിടുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ഉപകരണങ്ങളും സാധനങ്ങളും. ഇതിനുള്ള നടപടിക്രമത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഇതിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ, സാധനങ്ങൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. അവ: 1 ലിറ്റർ 20W40 mg ഓയിൽ, 1 ജോഡി റബ്ബർ കയ്യുറകൾ, ഓയിൽ ഫിൽറ്റർ, ഓയിൽ ഡ്രെയിൻ പ്ലഗിനുള്ള സോക്കറ്റ് സ്പാനർ, ഓയിൽ ഫിൽറ്ററിനുള്ള സ്പാനർ, ഉപയോഗിച്ചു കഴിഞ്ഞ എഞ്ചിൻ ഓയിൽ ശേഖരിക്കാനുള്ള ഒരു ട്രേ, ഫണൽ, തുണി എന്നിവയാണ്. നടപടിക്രമം. ഇപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റുന്നതിനുള്ള നടപടിക്രമം എന്താണെന്ന് നോക്കാം. മുഴുവൻ നടപടികളെയും 3 ഭാഗങ്ങളായി വിഭജിക്കാം. എഞ്ചിൻ ഓയിൽ ഊറ്റിയെടുക്കുക, ഓയിൽ ഫിൽറ്റർ മാറ്റിയിടുക, എഞ്ചിൻ ഓയിൽ മാറ്റുക. ആദ്യം നമുക്ക് എഞ്ചിൻ ഓയിൽ ഊറ്റിയെടുക്കാം. ഇതിന് മോട്ടോർ സൈക്കിൾ മധ്യ സ്റ്റാൻഡിൽ നിരപ്പും ബലവുമുള്ള സ്ഥലത്ത് നിർത്തി എഞ്ചിൻ ഓഫ് ചെയ്യുക. ഡ്രെയിൻ പ്ലഗിന് താഴെയായി ട്രേ വയ്ക്കുക. സോക്കറ്റ് സ്പാനർ കൊണ്ട് ഡ്രെയിൻ പ്ലഗ് അഴിക്കുക. ഒഴുകി ഇറങ്ങുന്ന ഓയിലിന് നല്ല ചൂട് ആയിരിക്കും. അതുകൊണ്ട് അതിൽ തൊടരുത്. സുഗമമായി ഒഴുകുന്നതിനു വേണ്ടി ഓയിൽ സ്ട്രെയിനർ മാറ്റണം. ഓയിൽ മുഴുവൻ ഒഴുകിത്തീരാൻ കുറച്ച് സമയം കൊടുക്കണം. റിസർവോയർ ഒഴിയുമ്പോൾ ഡ്രെയിൻ പ്ലഗും വാഷറും ശ്രദ്ധിച്ച് തുണികൊണ്ട് തുടയ്ക്കുക. ഓയിൽ സ്ട്രെയിനർ തുണികൊണ്ട് വൃത്തിയാക്കുക. സ്ട്രെയിനർ, ഡ്രെയിൻ പ്ലഗ് എന്നിവ തിരിച്ച് ഘടിപ്പിക്കുക. അടുത്തതായി നമുക്ക് ഓയിൽ ഫിൽറ്റർ മാറ്റിയിടാം. ഓയിൽ ഫിൽറ്റർ വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുക. ഇതിനു താഴെയായി ഓയിൽ ശേഖരിക്കാനുള്ള ട്രേ വയ്ക്കുക. ഓയിൽ ഫിൽറ്റർ കൈകൊണ്ട് അഴിച്ചു മാറ്റുക. പുതിയതായി ഇടാൻ പോകുന്ന ഫിൽറ്റർ പഴയതുപോലെ തന്നെയുള്ള മോഡൽ ആണെന്ന് ഉറപ്പാക്കുക. പുതിയത് ഇടുന്നതിന് മുൻപേ ഘടിപ്പിക്കേണ്ട സ്ഥലം വൃത്തിയാക്കുക. അടപ്പിന് ഉൾവശവും വൃത്തിയാക്കണം. എന്നിട്ട് അല്പം ഓയിൽ ഫിൽറ്ററിൽ ഒഴിക്കുക.
പുതിയ ഫിൽറ്ററും അടപ്പും ശ്രദ്ധാപൂർവം കൃത്യസ്ഥലത്ത് ഘടിപ്പിക്കുക. ടീ സ്പാനർ കൊണ്ട് ബോൾട്ടുകൾ മുറുക്കുക. ഇപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാം. എഞ്ചിൻ ഓയിൽ മാറ്റുന്നതിന് മുൻപേ സർവീസ് മാനുവൽ നോക്കി എത്ര ഓയിൽ വേണം എന്നും ഏതു തരം ഓയിൽ ആണ് ഒഴിക്കേണ്ടത് എന്നും കണ്ടുപിടിക്കുക. ഇപ്പോൾ എഞ്ചിൻ ഓയിൽ സ്ക്രൂ അഴിച്ചു മാറ്റുക. ഫണൽ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഓയിൽ ഒഴിക്കുക. ഇവിടെ 1 ലിറ്റർ ഓയിൽ ആണ് വേണ്ടത്. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സ്ക്രൂ തിരിച്ച് ഫിറ്റ് ചെയ്യുക. ഗേജിലെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. മുകളിലത്തെ അടയാളം ഏതുവരെയാണ് ഓയിൽ ഒഴിക്കേണ്ടത് എന്ന് കാണിക്കുന്നു. താഴെയുള്ള അടയാളം വാഹനത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഓയിൽ ലെവൽ കാണിക്കുന്നു. എഞ്ചിൻ 5 മിനിറ്റ് നേരത്തേക്ക് ഐഡിലിൽ ഇടുക. എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഓയിൽ ലെവൽ വീണ്ടും ചെക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ വീണ്ടും നിറയ്ക്കുക. നേരത്തെ ഉണ്ടായിരുന്ന ഓയിലും ഫിൽറ്ററും ശ്രദ്ധാപൂർവം സർവീസ് സെന്ററിലോ റീസൈക്ലിംഗ് സെന്ററിലോ നിക്ഷേപിക്കുക. ചുരുക്കം: ഇതോടുകൂടി ഈ സെഷൻ അവസാനിച്ചു. ഇവിടെ നാം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. എഞ്ചിൻ ഓയിൽ മുഴുവൻ ഊറ്റിയെടുത്തു. ഓയിൽ ഫിൽറ്റർ മാറ്റിയിട്ടു. എഞ്ചിൻ ഓയിൽ മാറ്റി. നിങ്ങൾ ഈ സെഷൻ ആസ്വദിച്ചു എന്ന് കരുതുന്നു.